നേതാവാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും ഉണ്ടായിരുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ യഥാർത്ഥമായ അടിമയായി ജീവിച്ചവരാണ്. അഹങ്കരിച്ചവരെ അല്ലാഹു താഴ്ത്തിക്കളയും. അതാണ് ഈ ആയത്തിൽ പറഞ്ഞത്. യംശൂന അലൽ അർളി ഹൗനാ, താഴ്മയോടെ ജീവിക്കുന്നവർ, വിനയത്തോടെ ജീവിക്കുന്നവര്, അഹങ്കരിക്കുന്നവരെ കുറിച്ചല്ല അള്ളാഹുവിന്റെ യഥാർത്ഥമായ അടിമയെന്ന് പറഞ്ഞത്. അഹങ്കരിച്ച ആരെങ്കിലും അള്ളാഹു ഉന്നതമായ പദവിയിൽ എത്തിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അന റബ്ബുകുമുൽ അഅ്ലാ എന്ന് പറഞ്ഞ് ലോകത്തിന്റെ മുമ്പിൽ അഹങ്കരിച്ച ഫിറഔനിനെ അല്ലാഹു തആല എത്ര വലിയ ശിക്ഷയാ കൊടുത്തത്. അതേസമയം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരെ താഴ്മയോടെ വിനയത്തോടെ ജീവിച്ചു. അല്ലാഹു വലിയ പദവി നൽകിയില്ലേ? ഇന്നും ഞാൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നവരാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിനയത്തോടെ വളരെ താഴ്മയോടെ ജീവിക്കുന്നവരാകണം. അതാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. യംശൂന അലൽ അർളി ഹൗനാ. എന്നിട്ടോ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. തമ്മാടികൾ, വിവരദോഷികൾ, വിവരം കെട്ടവർ ഈ ഇബാദുർ റഹ്മാൻ അല്ലാഹുവിന്റെ നല്ലവരായ അടിമകളോട്, സ്വാലിഹായ അടിമകളോട് സംസാരിക്കാമെന്നാൽ, നല്ലവരായ അടിമകളോട് സംസാരിക്കാമെന്നാൽ ഖാലൂ സലാമാ, അവരവിടുന്ന് സംസാരിക്കാനുള്ള സാഹചര്യം ഒരുക്കൂല, അവരവിടുന്ന് സംസാരിക്കൂല, അവരവിടുന്ന് സലാം പറഞ്ഞു പോകുമത്രേ. അതാണ് സ്വാലിഹായ അല്ലാഹുവിന്റെ അടിമകളുടെ അടയാളം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതല്ലേ മഹാനായ സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു അസ്കിയ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, ലിസലാമത്തി ദുനിയാ ഖിസാലൻ അർബഊ വഫറൻ ലിജഹലിൽ ഖൗമി മനഉക തജ്ഹലാ. നാല് മാർഗങ്ങളെ പറയുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ഈമാന് സലാമത്താകാനുള്ള 4 മാർഗങ്ങളാണ് പറയുന്നത്. അതിനാദ്യത്തെ 2 മാർഗങ്ങൾ ഈ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ അടയാളങ്ങളാണ് പറയുന്നത്. വഇദാ അഖസ്തുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. വിവരക്കേടുള്ള വിവരദോഷികൾ വന്നാൽ അവരോടങ്ങ് മാഫ് ചെയ്തു കൊടുക്കും. അവരോട് സംസാരിക്കാനുള്ള സമയം അവർക്കില്ല. അങ്ങനെയുള്ള സാഹചര്യം അവർ ഒരുക്കൂല. അവർ നന്നായി ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആരെങ്കിലും വന്നാൽ സലാം പറഞ്ഞ് അവിടുന്നവർ പിരിഞ്ഞു പോകുമത്രേ. അതാണ് വിശുദ്ധമായ ഖുർആൻ. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള നല്ല സ്വഭാവങ്ങളല്ലേ കടന്നു വരേണ്ടത്. തെറ്റ് ചെയ്യാത്തവരാരുമില്ല. എന്നാൽ അല്ലാഹു ഗഫൂറാണ്, അവൻ പുറത്തു നൽകുന്നവനാണ്. അല്ലാഹു തആല പുറത്തു നൽകുന്നവനാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലവരായി ജീവിക്കാനാണ് ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടത്. ഇബാദുർ റഹ്മാൻ